Good morning to all. Today we are going to discuss the major differences between coercion and undue influence. As you know, in the case of coercion, the consent of the aggrieved party is obtained by committing or threatening to commit an act forbidden by Indian Penal Code, or detaining or threatening to detain some property which belongs to someone else unlawfully. While in the case of undue influence, the consent of the aggrieved party is affected from the domination of the will of the one of the person over the other person. And to be more specific, coercion is mainly physical in nature, as it involves the use of physical or violent force. But undue influence is of moral in nature, where mental pressure or moral force is used. കൊയേർഷനും അൺഡ്യൂ ഇൻഫ്ലുവൻസും തമ്മിലുള്ള ഡിഫറൻസ് നോക്കുമ്പോൾ, കൊയേർഷൻ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയെ നമ്മൾ ഏതെങ്കിലും തരത്തിൽ ഭീഷണിപ്പെടുത്തുകയോ അതല്ലെങ്കിൽ അയാളെ ശാരീരികമായിട്ട് ഉപദ്രവിച്ചിട്ടോ ദേഹോപദ്രവം ഏൽപ്പിച്ചിട്ടോ എന്തെങ്കിലും തരത്തിലുള്ള ഒരു വയലന്റ് ഫോഴ്സിലൂടെ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അയാളെ ആ കോൺട്രാക്റ്റിലേക്ക് എൻട്രി ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത്. പക്ഷെ അൺഡ്യൂ ഇൻഫ്ലുവൻസിന്റെ കേസിൽ അങ്ങനെയുള്ള ഭീഷണിയില്ല, അല്ലെങ്കിൽ ദേഹോപദ്രവം ഏൽപ്പിക്കുന്നില്ല. പകരം അവരെ ഇമോഷണലി ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അല്ലെങ്കിൽ മെന്റലി ആണ് നമ്മൾ അവരെ സ്വാധീനിക്കുന്നത്, അല്ലെങ്കിൽ അവരുടെ മേലെ നമ്മളൊരു മാനസികമായിട്ടുള്ള രീതിയിലാണ് ഒരു ആധിപത്യം നമ്മൾ ഉറപ്പിച്ചെടുക്കുന്നത്. അതുമൂലം നമുക്ക് എന്ത് ചെയ്യാണ്, ഒരു അനുകൂലമായിട്ടുള്ള ഒരു ബെനിഫിറ്റ് നമ്മൾ നേടിയെടുക്കുന്നു. അതാണ് അൺഡ്യൂ ഇൻഫ്ലുവൻസിന്റെ കേസ് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലായ്പ്പോഴും കൊയേർഷനിൽ എന്താണ്, കൊയേർഷൻ ഓൾവേസ് ഇൻവോൾവ്സ് ദ ആപ്ലിക്കേഷൻ ഓഫ് എ violent force, and it is physical in nature always. But in the case of undue influence, it involves only the application of a mental pressure or brainwashing alone, and it does not involve any physical threat or the application of any violent force. Then second difference, in the case of coercion, there is an intention to make a person enter into an agreement. But in the case of undue influence, the dominant party uses his position to take an unfair advantage over the weaker party. കൊയേർഷന്റെ കേസിൽ നമ്മൾ ഒരു വ്യക്തിയെ ഒരു കോൺട്രാക്റ്റിലേക്ക് എൻ്റർ ചെയ്യിപ്പിക്കുക എന്നുള്ള ഉദ്ദേശം അവിടെ ഉണ്ട്. എല്ലായ്പ്പോഴും നമ്മൾ അയാളെ ഭീഷണിപ്പെടുത്തുക, അതല്ലെങ്കിൽ അയാളെ നമ്മൾ ശാരീരികമായിട്ട് ഉപദ്രവിക്കുക, ഇത് രണ്ടും ചെയ്യുന്നതിന്റെ കാരണം അതല്ലെങ്കിൽ അയാളുടെ ഒരു പ്രോപ്പർട്ടി അന്യായമായ രീതിയിൽ തടഞ്ഞു വെക്കുന്നു. ഇത് ചെയ്യുന്നതിന്റെ ഉദ്ദേശ ലക്ഷ്യം എന്ന് പറയുന്നത് അയാളെ ഒരു കോൺട്രാക്റ്റിലേക്ക് ഏർപ്പെടാനായിട്ട് പ്രേരിപ്പിക്കുക എന്നുള്ളതാണ് ഇതിന്റെ ഉദ്ദേശം. നേരെ മറിച്ച് അൺഡ്യൂ ഇൻഫ്ലുവൻസിന്റെ കേസിൽ അവിടെ എന്താ പറയുക, ദർ നീഡ് നോട്ട് ബി എ ഫോർമേഷൻ ഓഫ് എ ന്യൂ കോൺട്രാക്ട് ഓൾവേസ്. എല്ലായ്പ്പോഴും അവിടെ ഒരു പുതിയ കോൺട്രാക്ട് ഉണ്ടായിക്കോണമെന്നില്ല. അൺഡ്യൂ ഇൻഫ്ലുവൻസിന്റെ കേസിൽ അവിടെ വീക്കർ പാർട്ടിയുടെ മുകളിൽ ഒരു ആധിപത്യം ആര് സ്ഥാപിക്കുന്നുണ്ട്, സ്ട്രോങ്ങർ പാർട്ടി അല്ലെങ്കിൽ ഡോമിനന്റ് പേഴ്സൺ സ്ഥാപിക്കുന്നുണ്ട്. അതുമൂലം അയാൾ അന്യായമായ രീതിയിൽ ഒരു ബെനിഫിറ്റ് അയാളുടെ കയ്യിൽ നിന്ന് നേടിയെടുക്കുന്നുമുണ്ട്. ബെനിഫിറ്റ് നേടിയെടുക്കുന്നുണ്ടായിരിക്കണം, പക്ഷെങ്കിൽ അവിടെ ഒരു കോൺട്രാക്ട് പുതിയതായിട്ട് ഫോം ചെയ്യപ്പെടണം, അല്ലെങ്കിൽ ഒരു എഗ്രിമെന്റ് ഫോം ചെയ്യപ്പെടണം എന്നുള്ള നിർബന്ധം അൺഡ്യൂ ഇൻഫ്ലുവൻസിന്റെ കേസിലില്ല. പക്ഷെങ്കിൽ കൊയേർഷന്റെ കേസിൽ ഭീഷണിയിലൂടെ ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടാനായിട്ട് പ്രേരിപ്പിക്കുന്നതാണ് കൊയേർഷൻ എന്ന് പറയുന്നത്. ഫിസിക്കൽ ത്രെട്ട് അല്ലെങ്കിൽ ഇപ്പോൾ violent force exerted without the intention of getting that other person into a contract does not amount to coercion. നമ്മളിപ്പോൾ ഒരാളെ വെറുതെ ഉപദ്രവിക്കുകയോ അല്ലെങ്കിൽ അയാളെ തല്ലുക അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ അയാളെ പീഡിപ്പിക്കുക, ഇതൊന്നും എന്തായിട്ട് ട്രീറ്റ് ചെയ്യത്തില്ല, കൊയേർഷനായിട്ട് ട്രീറ്റ് ചെയ്യത്തില്ല. കൊയേർഷനായിട്ട് ട്രീറ്റ് ചെയ്യണമെങ്കിൽ ഭീഷണിയിലൂടെ അല്ലെങ്കിൽ ദേഹോപദ്രവത്തിലൂടെ അയാളെ നമ്മളൊരു കോൺട്രാക്റ്റിലേക്ക് അല്ലെങ്കിൽ ഒരു എഗ്രിമെന്റിലേക്ക് ഏർപ്പെടാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിക്കുകയാണെങ്കിൽ മാത്രമേ അത് കൊയേർഷൻ ആണെന്ന് പറയുള്ളൂ. പക്ഷെ അൺഡ്യൂ ഇൻഫ്ലുവൻസിന്റെ കേസിൽ എല്ലായ്പ്പോഴും ഒരു എഗ്രിമെന്റ് അല്ലെങ്കിൽ ഒരു കോൺട്രാക്ട് ഫോം ചെയ്യപ്പെടണമെന്നില്ല. പകരം ബ്രെയിൻ വാഷിങ്ങിലൂടെ അയാളുടെ അടുത്തുനിന്ന് നമ്മൾ എന്തെങ്കിലും തരത്തിലുള്ള ഒരു അന്യായമായ ഒരു നേട്ടം നമ്മൾക്ക് ഉണ്ടായിരുന്നിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. The next difference, coercion involves criminal activity. There is no criminal activity in the case of undue influence. നമുക്ക് ആ ഡെഫിനേഷനിൽ തന്നെ അറിയാം, കമ്മിറ്റിംഗ് ഓർ ത്രെറ്റനിങ് ടു കമ്മിറ്റ് എനി ആക്ട് ഫോർബിഡൻ ബൈ IPC or the unlawful detaining of any property belonging to someone else with the intention of causing that other person
ടു എൻറ്റർ ഇൻ ടു ആൻ എഗ്രിമെന്റ്. അതാണ് ഡെഫിനിഷനിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കൊയേർഷനിൽ എന്താണ്, IPC പ്രകാരം കുറ്റകരമായിട്ടുള്ള എന്തെങ്കിലും ഒരു ആക്ട് കമ്മിറ്റ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ആക്ട് ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തിയിട്ടാണ് കൊയേർഷനിൽ എന്ത് ചെയ്യുന്നത്, എല്ലായ്പ്പോഴും ഒരു എഗ്രിമെന്റിലേക്ക് നമ്മൾ മറ്റേയാളെ ലീഡ് ചെയ്യുന്നത്. പക്ഷെ അൺഡ്യൂ ഇൻഫ്ലുവൻസിന്റെ കേസിലാണെന്നുണ്ടെങ്കിൽ അവിടെ ക്രിമിനൽ ആക്ടിവിറ്റീസ് ഒന്നുമില്ല. ബ്രെയിൻ വാഷിംഗ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു ഇമോഷണൽ ബ്ലാക്ക് മെയിലിംഗ് എന്ന് പറയുന്ന ഒരു ക്രിമിനൽ ഒഫൻസ് ഒന്നുമല്ല. IPC പ്രകാരം കേസെടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു കുറ്റകൃത്യമല്ല. അല്ലെങ്കിൽ ഇവിടെ നമ്മൾ യാതൊരു വിധത്തിലുള്ള ഫിസിക്കൽ ത്രെട്ടും എക്സസൈസ് ചെയ്തിട്ടല്ല ഒരാളുടെ സമ്മതം അല്ലെങ്കിൽ അയാളെ നമുക്ക് അനുകൂലമായിട്ട് ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നത് അൺഡ്യൂ ഇൻഫ്ലുവൻസിന്റെ കേസിൽ. പക്ഷെ കൊയർഷന്റെ കേസിൽ എപ്പോഴും എന്താണ്, ഒന്നുകിൽ ഭീഷണി, അതല്ല എന്നുണ്ടെങ്കിൽ അയാളുടെ സ്വത്ത് അന്യായമായ രീതിയിൽ തടഞ്ഞു വെക്കുക, അതല്ലെങ്കിൽ അയാൾക്ക് ദേഹോപദ്രവം ഏൽപ്പിക്കുക. IPC പ്രകാരം അല്ലെങ്കിൽ ഇന്ത്യൻ പീനൽ കോഡ് പ്രകാരം കുറ്റകൃത്യത്തിന്റെ പരിധിയിൽ വരുന്ന ഏതെങ്കിലും ഒരു പ്രവൃത്തിയിലൂടെയാണ് കൊയർഷൻ എന്ന് പറയുന്ന കേസിൽ ഒരു എഗ്രിമെന്റിലേക്ക് മറ്റേയാളെ നയിക്കുന്നത്. പക്ഷെ അൺഡ്യൂ ഇൻഫ്ലുവൻസ് എന്ന് പറയുമ്പോൾ അങ്ങനെയുള്ള ഒരു ക്രിമിനൽ ആക്ടിവിറ്റീസിന്റെ ഒരു പ്രസൻസ് എവിടെ ഇല്ല, അൺഡ്യൂ ഇൻഫ്ലുവൻസിൽ ഇല്ല. Then under coercion, the threat is directed against a person or against his property. Whereas in the case of undue influence, the threat is against the person only. അതായത് undue ഇൻഫ്ലുവൻസിന്റെ കേസിൽ എല്ലായ്പ്പോഴും ഈ ഭീഷണി എന്ന് പറയുന്നത് ഒന്നുകിൽ ആ വ്യക്തിക്ക് അഗെയിൻസ്റ്റ് ആയിട്ടായിരിക്കാം, അതല്ലെങ്കിൽ അയാളുടെ പ്രോപ്പർട്ടിക്ക് അഗെയിൻസ്റ്റ് ആയിട്ടായിരിക്കാം. കൊയർഷന്റെ കേസിൽ അതായത് നമുക്കറിയാം, ഡെഫിനേഷൻ ശ്രദ്ധിച്ച് നോക്കിയാൽ തന്നെ മതി. കമ്മിറ്റിംഗ് ഓർ ത്രെട്ടനിങ് ടു കമ്മിറ്റ് എനി ആക്ട് ഫോർബിഡൻ ബൈ IPC ഓർ ദ അൺലോഫുൾ ഡീറ്റെയിനിങ് ഓർ ത്രെട്ടനിങ് ടു ഡീറ്റെയിൻ ദ പ്രോപ്പർട്ടി ബിലോങ്ങിങ് ടു സമൺ എൽസ്. മറ്റൊരാളുടെ പ്രോപ്പർട്ടി അന്യായമായ രീതിയിൽ തടഞ്ഞു വെച്ചുകൊണ്ട് അയാളെ ഒരു എഗ്രിമെന്റിലേക്ക് ഏർപ്പെടാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിക്കുന്നതും കൊയർഷന്റെ പരിധിയിൽ വരും. So the threat need not be always against the person alone, it can be against his property also. But in the case of undue influence, the threat should be always against the person alone. അൺഡ്യൂ ഇൻഫ്ലുവൻസിന്റെ കേസിൽ ഈ പറയുന്ന ത്രെട്ട് എന്ന് പറയുന്നത് പ്രോപ്പർട്ടിക്ക് അഗെയിൻസ്റ്റ് ആയിട്ടല്ല, ആ വ്യക്തികൾ തമ്മിലുള്ള ബന്ധമാണ് എന്ത് ചെയ്യുന്നത്, തനിക്ക് അനുകൂലമായിട്ട് ഉള്ള ഒരു ബെനിഫിറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് കാരണമാക്കി മാറ്റുന്നത്. അപ്പൊ ആ വ്യക്തി സ്വാധീനമാണ് അവിടെ വരുന്നത്. അതുകൊണ്ടാണ് ത്രെട്ട് ഈസ് അഗെയിൻസ്റ്റ് ദാറ്റ് പേഴ്സൺ അലോൺ എന്ന് പറയുന്നത്. അല്ലാതെ അയാളുടെ സ്വത്ത് തടഞ്ഞു വെക്കലോ അല്ലെങ്കിൽ സ്വത്തുമായിട്ട് അതിന് യാതൊരുവിധ ബന്ധവും ഇല്ല, ആ വ്യക്തിയിലുള്ള സ്വാധീനം മാത്രമാണ് അവിടെ വരുന്നത്. Then next difference is coercion may be directed against a third party also, but whereas in the case of undue influence it is always used against the contracting party. ഇപ്പൊ ഈ പറഞ്ഞ പോയിന്റിന്റെ ഒരു എക്സ്റ്റൻഷൻ തന്നെയാണിതും. coercion may be directed against a third party also. അതായത് ഇപ്പൊ കോൺട്രാക്ടിങ് പാർട്ടി ആരാണോ ആ ആളെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ക്രിമിനൽ ആക്ടിവിറ്റിയിലൂടെ ഒരു കോൺട്രാക്റ്റിലേക്ക് ഏർപ്പെടുത്തുക എന്നുള്ളത് മാത്രമാണ് കൊയർഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ ക്രിമിനൽ ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഇപ്പൊ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു വ്യക്തി അയാളെ നമുക്കൊരു കോൺട്രാക്റ്റിലേക്ക് ഏർപ്പെടുത്തണം. അപ്പോൾ ആ വ്യക്തിയുടെ മകനെയോ ഭാര്യനെയോ അല്ലെങ്കിൽ അയാളുടെ ഏതെങ്കിലും അടുത്ത റിലേഷനുള്ള ഒരാളെ എന്ത് ചെയ്യാണ്, തട്ടിക്കൊണ്ടു പോവാണ്. മോചനദ്രവ്യമായിട്ട് ഇത്ര രൂപ തന്നാലേ വിട്ടുകൊടുക്കുകയുള്ളൂ, അതല്ലെങ്കിൽ നമുക്ക് അനുകൂലമായിട്ട് നമ്മുടെ ഈ പറയുന്ന പർട്ടിക്കുലർ കോൺട്രാക്റ്റിൽ സൈൻ ചെയ്ത് തന്നാലേ ആ തട്ടിക്കൊണ്ടുപോയ അയാളുടെ ആ റിലേറ്റീവിന് വിട്ടുകൊടുക്കുകയുള്ളൂ എന്ന് ഒരാളോട് പറയുകയാണ്. അപ്പൊ ആ ത്രെട്ട് എന്ന് പറയുന്നത് ആ കോൺട്രാക്ടിങ് പാർട്ടിക്ക് എഗെയിൻസ്റ്റ് ആയിട്ടല്ല, വേറെ ഒരാൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ട്, ഹു ഈസ് നോട്ട് എ പാർട്ടി ടു ദ കോൺട്രാക്ട്. കോൺട്രാക്റ്റിൽ പാർട്ടി അല്ലാത്ത ഒരു തേർഡ് പാർട്ടിക്ക് എഗെയിൻസ്റ്റ് ആയിട്ടാണ് അവിടെ ഭീഷണി അല്ലെങ്കിൽ ത്രെട്ട് എന്ന് പറയുന്നത്. അതുകൂടെ നമ്മൾ എന്ത് ചെയ്യും, കൊയർഷന്റെ പരിധിയിൽ കണക്കാക്കും. കോൺട്രാക്ടിങ് പാർട്ടി എന്ന് പറയുമ്പോൾ അവിടെ 2 പേരാണുള്ളത്, ഒന്ന് പ്രോമിസറും ഒന്ന് പ്രോമിസി ആയിരിക്കും. അപ്പൊ എല്ലായ്പ്പോഴും അത് ആ ഒരു കോൺട്രാക്ടിങ് പാർട്ടി, ആ കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്ന 2 വ്യക്തികൾ മാത്രമായിരിക്കത്തില്ല കൊയർഷൻ എന്ന് പറയുന്നതിൽ ഇൻവോൾവ് ആയിട്ടുണ്ടാവുക. ആരാണോ പ്രോമിസി എന്ന് വെച്ച് കഴിഞ്ഞാൽ അയാളുടെ റിലേറ്റീവ്സോ അല്ലെങ്കിൽ അയാളുമായിട്ട് ബന്ധമുള്ള ഒരു തേർഡ് പാർട്ടി കൂടെ എന്താണ് ഈ പറയുന്ന കൊയർഷനിൽ ഇൻവോൾവ് ആവുക. അല്ലെങ്കിൽ ത്രെട്ട് എന്ന് പറയുന്നത് ഒരു തേർഡ് പാർട്ടിക്ക് അഗെയിൻസ്റ്റ് ആണെങ്കിൽ കൂടെ അത് കൊയർഷനായിട്ട് വരും. പക്ഷേ ഈ അൺഡ്യൂ ഇൻഫ്ലുവൻസിന്റെ കേസ് ആണെന്നുണ്ടെങ്കിൽ അവിടെ മൂന്നാമതൊരു തേർഡ് പാർട്ടിക്ക് യാതൊരു പ്രസക്തിയില്ല. പകരം
ആകെ അവിടെ രണ്ട് പാർട്ടി മാത്രമേ ഉള്ളൂ, പ്രോമിസറും പ്രോമിസിയും മാത്രമേ ഉള്ളൂ. അവിടെ അവർ തമ്മിലുള്ള ആ ഒരു ബന്ധമാണ് നമുക്ക് അനുകൂലമായിട്ടുള്ള രീതിയിൽ ചിന്തിക്കാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിക്കുന്നത്. അതാണ് ഡിഫറൻസ് എന്ന് പറയുന്നത്. അതായത് കൊയേഷൻ എന്ന് പറയുമ്പോൾ ഓർത്തോളൂ, കൊയേഷൻ മീൻസ് കമ്പലിംഗ് എ പേഴ്സൺ ടു എൻറ്റർ ഇൻ ടു കോൺട്രാക്ട് ബൈ കമ്മിറ്റിംഗ് ഓർ ത്രെറ്റനിങ് ടു കമ്മിറ്റ് ആൻ അൺലോഫുൾ ആക്ട്. ബട്ട് ഇൻ ദ കേസ് ഓഫ് undue influence, the person is using his dominant position over the other person in order to get an unfair advantage from that person. That is what is undue influence. Okay. Add one more difference to this, that is, it is not mandatory for any kind of relationship to exist in between the parties in the case of coercion, but in the case of undue influence, the parties are in relation to each other, or there should exist some sort of relationship in between the parties in order to prove the undue influence. ഓക്കെ, ഈ കൊയർഷൻ എന്ന് പറയുന്ന കേസിൽ എന്താണ്, ആ രണ്ട് കോൺട്രാക്ടിങ് പാർട്ടീസ് തമ്മിൽ യാതൊരുവിധ ബന്ധവും ഉണ്ടായിക്കോണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. ചിലപ്പോൾ ബന്ധമുള്ള വ്യക്തികൾ തമ്മിലായിരിക്കാം, ചിലപ്പോൾ ബന്ധം ഇല്ലാത്ത വ്യക്തികൾ തമ്മിലായിരിക്കാം ആ ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നത്. നമ്മളുടെ ഒരു ബന്ധത്തിലുള്ള ഒരാളെ വേണമെങ്കിൽ നമുക്ക് ഭീഷണിപ്പെടുത്തിയ ഒരു കോൺട്രാക്റ്റിലേക്ക് ഏർപ്പെടാം, നിർബന്ധിക്കാം. അതല്ലെങ്കിൽ പുറത്തുള്ള ഒരു ഔട്ട്സൈഡറെ വേണമെങ്കിൽ നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള ദേഹോപദ്രവത്തിലൂടെ ഗൺ പോയിന്റിൽ നിർത്തിയോ ഒക്കെ നമുക്ക് അനുകൂലമായിട്ട് ഒരു കോൺട്രാക്റ്റിലേക്ക് ഏർപ്പെടാൻ വേണ്ടിയിട്ട് നിർബന്ധിക്കാം. അതാണ് കൊയർഷൻ എന്ന് പറയുന്നത്. അപ്പൊ ആ പാർട്ടീസ്, കോൺട്രാക്ടിങ് പാർട്ടീസ് തമ്മിൽ, പ്രോമിസറും പ്രോമിസിയും തമ്മിൽ യാതൊരുവിധ ബന്ധവും ഉണ്ടായിക്കോണമെന്നില്ല കൊയർഷന്റെ കേസിൽ. പക്ഷെ അൺഡ്യൂ ഇൻഫ്ലുവൻസിന്റെ കേസിൽ അവര് തമ്മിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ബന്ധം ഉണ്ടായിരുന്നിരിക്കണം. അത് വ്യക്തിബന്ധമായിരിക്കാം, ബ്ലഡ് റിലേഷൻ ആയിരിക്കാം, എന്തും ആവാം. അൺഡ്യൂ ഇൻഫ്ലുവൻസ് ഉണ്ടെന്ന് നമുക്ക് തെളിയിക്കാൻ പറ്റണം എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ബന്ധം അവരുടെ ഇടയിൽ ഉണ്ടായിരുന്നിരിക്കണം. ഒന്നെങ്കിൽ വിശ്വാസത്തിന്റെ പുറത്തുള്ള, അല്ലെ റിലേഷൻഷിപ്പ് ഓഫ് മ്യൂച്വൽ ട്രസ്റ്റ് എന്ന് പറയുന്ന, അല്ലെ ഫിഡ്യൂഷ്യറി റിലേഷൻഷിപ്പ്, അതെങ്കിലും ഉണ്ടായിരുന്നിരിക്കണം. അല്ലാതെ ഒരാൾ പറയാണ് എന്നെ വെറുതെ മാനസികമായിട്ട് സ്വാധീനിച്ചിട്ടാണ് ഇയാൾക്ക് ഞാൻ ഇങ്ങനെയൊക്കെ എഴുതി കൊടുത്തത്, അല്ലെങ്കിൽ ഈ കോൺട്രാക്റ്റിൽ ഞാൻ സൈൻ ചെയ്തത്, അല്ലെങ്കിൽ ഈ അഗ്രിമെന്റിന്റെ ഭാഗവാക്കായതെന്ന് പറയുകയാണെങ്കിൽ അതിന് അടിസ്ഥാനമില്ല. പക്ഷെ അവരുടെ ഇടയിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ബന്ധം ഉണ്ടായിരുന്നു. ആ ബന്ധമാണ് ഈ രീതിയിലേക്കുള്ള ഒരു അന്യായമായ ഒരു അഡ്വാൻറ്റേജ് അയാൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് കാരണമായതെന്ന് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റിയ അവിടെ അൺഡ്യൂ ഇൻഫ്ലുവൻസ് ഉണ്ട്. അല്ലാതെ അൺഡ്യൂ ഇൻഫ്ലുവൻസ് ഉണ്ടെന്ന് നമുക്ക് തെളിയിക്കാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ അൺഡ്യൂ ഇൻഫ്ലുവൻസ് എന്ന് പറയുമ്പോൾ പാർട്ടീസ് ഏതൊക്കെയാണോ, ആരൊക്കെയാണോ അവർ തമ്മിൽ റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നിരിക്കണം എന്നുള്ളത് മസ്റ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. കൊയർഷന്റെ കേസിൽ അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് ഒന്നും ഉണ്ടായിരുന്നിരിക്കണമെന്ന് നിർബന്ധമില്ല. റിലേഷൻഷിപ്പ് ഉണ്ടാവാം, ഉണ്ടാവാതിരിക്കാം. ഓക്കെ, these all are the various differences between the coercion and undue influence. Hope you understood. Thank you.